ഗീതേ ഗീതേ ആ നിന്റെ ചെവി വയ്ക്കല്ല. ആ ഞാനേ ഒരു പണിയിലായിരുന്നു. എന്നാ പണിയായിരുന്നു? ഈ മാവേന്ന് ഇങ്ങനെ ഇടയ്ക്ക് ഓരോ മാങ്ങാപ്പഴം ചാടും, അത് നോക്കാനായിട്ട് വന്നു. അതെല്ലാം അണ്ണാൻ കുത്തി പോകുന്നു. ശരി, ഞാനും മാവിൻ്റെ കീഴോട്ട് വന്നു. എൻ്റെ തലയിൽ മാങ്ങാപ്പഴം വീഴുവോ? ആ വീഴാതെ സൂക്ഷിച്ചു നിന്നു. ആ എന്നാൽ ഞാൻ പെട്ടെന്ന് കാര്യം പറഞ്ഞു. ഞാൻ നാളെ ഗൾഫിൽ പോവാടി. ഇത് കൊള്ളാമല്ലോ. ഇതെന്താ എത്ര ഈസി ആയിട്ട് ചേച്ചി നാളെ ഇവിടെ ഞാൻ ഈ ടൗണിൽ പോകാന്ന് പറയുന്നത് പറയും. എന്ത് നാളെ ഗൾഫിൽ? ഏത് ഗൾഫിലാ? ഏത് ഗൾഫിലാണ്? എത്ര ഗൾഫുണ്ട്? എവിടെല്ലാം ഉണ്ട്? ഗൾഫെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലപ്പേരില്ലേ? അതൊന്നും ഇപ്പം ഞാൻ ഓർക്കുന്നില്ല. ഏ എൻ്റെ മകള് നിൽക്കുന്നുണ്ട്. മകള് നിൽക്കുന്ന എവിടാന്ന് ചേച്ചിക്ക് അറിയത്തില്ലേ? അപ്പോൾ അതിൻ്റെ പേരൊക്കെ മറന്നുപോയി. മറന്നുപോയോ? പിന്നെ എങ്ങനെ ഈ പോകുന്നത്? പോകുന്നതിനാ ഞാൻ പിന്നെ ട്രെയിൻ കയറി ചെന്ന് പ്ലെയിൻ കയറി ഇങ്ങ് പോകും. ഓ അപ്പോൾ ചേച്ചിയുടെ വീടിൻ്റെ പഠിക്കാൻ ട്രെയിൻ ഉണ്ടോ? എൻ്റെ വീട്ടിൽ പിന്നെ ട്രെയിൻ കയറി വിമാനത്തെ കയറുമെന്ന് പറയുന്നത് എന്നാന്ന് ചോദിച്ചത്? വീടിൻ്റെ പഠിക്കാൻ ഒരു ചെറിയ വണ്ടിക്ക് കയറി പിന്നെ ട്രെയിനിങ് സ്റ്റേഷനിൽ ചെല്ലും. അവിടുന്ന് ട്രെയിൻ കയറി വിമാനത്താവളത്തിൽ ചെല്ലും. അവിടുന്ന് വിമാനത്തിൽ കയറി പറക്കും. മോള് നിൽക്കുന്ന സ്ഥലം പോലും അറിയത്തില്ല, ഗൾഫാന്നറിയാം. ആവശ്യമൊന്നുമില്ല, എൻ്റെ മോൾ അവിടെ വന്ന് നിൽക്കും. പിന്നെ എങ്ങനെയാ ടിക്കറ്റൊക്കെ ഓക്കെ ആയോ? ടിക്കറ്റൊക്കെ ആയി, ഓക്കെ ഒന്നും ആയിട്ടില്ല. ഓക്കെ ആയില്ല, ടിക്കറ്റായി. എന്തിനാ ഓക്കെ? ടിക്കറ്റ് ആയോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഈ മോള് നിൽക്കുന്ന സ്ഥലമൊന്നും അറിയത്തില്ല, പിന്നെ എന്നാ പറഞ്ഞിട്ട് എങ്ങോട്ടാന്നും പറഞ്ഞാൽ ടിക്കറ്റ് എടുത്തത്? ഗൾഫെന്ന് പറഞ്ഞു. മോള് പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആണോ? പിന്നെ ഇപ്പം എന്നാ കുഴപ്പം? അത് ശരി. ഞാൻ മെനക്കെടുകയൊന്നും വേണ്ട. ഈ പിന്നെ വിമാനത്താവളത്തിലേ ഈ വിമാനത്തെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ സമരത്തിലാണെന്ന് അറിയത്തില്ലേ? അതിനെന്നാ? അന്നേരം പിന്നെ വിമാനം പറക്കുമോ? പിന്നെ വിമാനം പറക്കല്ലേ, എന്നെ സമരം ചെയ്യുന്നവരാണോ വിമാനം പറപ്പിക്കുന്നത്? അപ്പം അങ്ങനെ പോലും അറിയത്തില്ല. സമരക്കാർ സമരം ചെയ്യും, വിമാനം പറപ്പിക്കുന്നവർ വിമാനം പറപ്പിക്കും. അപ്പോൾ അതേലെ ജോലിക്കാരൊന്നും വേണ്ടേ? ജോലിക്കാർ വിമാനം പറപ്പിക്കുന്ന ആൾ വേണം. ആളുണ്ട്. അപ്പോൾ തടസ്സമൊന്നുമില്ല. എന്നതാ തടസ്സം? സമരക്കാർ ഒരു സൈഡ് ഇവിടെ ഇരുന്ന് ഇങ്ങനെ നെടുക ഇരുന്ന് സമരം ചെയ്യും. ഞാൻ എന്നാ കഴിക്കും, ഞാനൊരു സൈഡിൽ കൂടെ ഇങ്ങനെ അങ്ങ് സൈഡിൽ കൂടെ അങ്ങ് പോകും. സൈഡിൽ കൂടെ ഇങ്ങനെ അങ്ങ് ഒതുങ്ങി പോകും ഞാൻ. അത്ര തന്നെ. എന്നാ അതിന് കുഴപ്പം എന്നാ? അത് കൊള്ളാം. ചേച്ചി സൈഡിൽ കൂടെ അങ്ങ് പോകും. ഞാനിങ്ങനെ ഒരു സൈഡിൽ കൂടെ അങ്ങ് പോകും, സമരക്കാരെ തൊടാതെ. അന്നേരം പിന്നെ പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല. അവരോട് എന്തെങ്കിലും നമ്മൾ ചൊറിയാൻ നിന്നെങ്കിൽ അപ്പം അവരെ ചൊറിയാൻ പോകാതിരുന്നാൽ മതി അല്ലേ? നമുക്ക് എത്തേണ്ട സ്ഥലം. അപ്പോൾ വിമാനത്തിൽ പറപ്പിക്കുന്ന ആൾ മാത്രം മതി, മതി. വേറെ ഒരു ആൾക്കാരും വേണ്ട. വേറെ ഒരാൾക്കാരും വേണ്ട. അങ്ങനെയാണോ? ഓ അങ്ങനെയാ. എന്നിട്ട് ചേച്ചി ഗൾഫിൽ ചെന്നങ്ങ് ഗൾഫിലേക്ക് അങ്ങ് പറക്കും. പറക്കും. നടക്കട്ടെ, കൊള്ളാം. എൻ്റെ മോള് പിന്നെ വിമാനം പറപ്പിക്കുന്ന ആൾക്കാരെ വിമാനം പറപ്പിക്കുന്ന ആളെ വിളിച്ചെല്ലാം ഏർപ്പാടാക്കി. സമരക്കാരവിടെ നിന്നോട്ടെ, എൻ്റെ അമ്മേനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കണമെന്നോ വിമാനത്തേക്ക്? മര്യാദക്കല്ലേ പറയുന്നത്? മര്യാദയ്ക്ക് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ സമരം ചെയ്യുന്ന പിടിപാടുണ്ട്. അപ്പോൾ ഈ സമരം ചെയ്യുന്ന ഒരു പ്രശ്നമേ അല്ല. ഒരു പ്രശ്നമല്ല. ഒരു പ്രശ്നവുമില്ല. പിന്നെ എന്തിനാ ഈ അങ്ങോട്ട് പോയ ആൾക്കാരൊക്കെ അവിടെ പിന്നെ കുടുങ്ങി യാത്ര ചെയ്യാൻ പറ്റാതെ വന്നു എന്നൊക്കെ പറയുന്നത്? അതെ, അവരുടെ കയ്യിലിരിപ്പ്. അതെന്ത് പറ്റി? അതെന്താ അവരുടെ കയ്യിൽ? സമരക്കാരുടെ തലയിൽ കയറാൻ ചെന്നിട്ടുണ്ട്. ഓ അങ്ങനെയാണോ? അപ്പോൾ അവർ സമരക്കാരുടെ തലയിൽ കയറാൻ ചെന്നുകൊണ്ടാണ് അവർക്ക് പോകാൻ പറ്റാവുന്നത്. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ചേച്ചി അവരെ തലയിൽ കയറാനൊന്നും പോകില്ല? ഇല്ല, ഞാൻ മര്യാദ ലെവലിൽ പോകും. എനിക്ക് എൻ്റെ മോളെ കാണണം, അവിടെ എല്ലാം ഒന്ന് കാണണം, തിരിച്ചു. ഒരു വിസിറ്റിങ്ങിന് പോവാ? വിസിറ്റിങ്ങിനൊന്നും പോകുന്നില്ല. പിന്നെ എന്തിനാ വിസിറ്റിങ്ങിന് പോകുന്നത്? പിന്നെ അവിടെ കാണാൻ പോകുന്നല്ലേ പറഞ്ഞേ? അവിടെ എല്ലാം പ്രദേശം എല്ലാം ഒന്ന് കാണണം, എൻ്റെ മോളെ ഒന്ന് കാണണം. വിസിറ്റിങ്ങിന് പോവല്ല, അവിടെ കാണാൻ പോവാ. കാണാൻ പോവും. 4 ദിവസം കഴിയുമ്പോൾ ഞാൻ അതുപോലെ തിരിച്ചിഞ്ഞ് വരും. പോയ പ്ലെയിന് തന്നെ തിരിച്ചു കയറും. അന്നേരവും സമരക്കാരെ തൊടാതെ സൈഡിൽ കൂടെ പോകും. ഒതുങ്ങി സൈഡിൽ കൂടെ അങ്ങ് പോരും. അവരെ മുട്ടരുത്, അവരോട് മിണ്ടുകയും ചെയ്യരുത്. നിങ്ങൾ മക്കളെ അവിടെ നിന്ന് സമരം ചെയ്തോ, ഞാൻ നിങ്ങളെ ശല്യം ചെയ്യുന്നില്ല, ഇതിലേ പൊക്കോളാന്ന് പറയും. അങ്ങനെ പറയും. എന്നിട്ട് പോകും. കൊള്ളാം, ബുദ്ധിയൊക്കെ കൊള്ളാം. അതുകൊണ്ട് ഞാൻ ഒരു 4-5 ദിവസത്തേന് ഇവിടെ കാണില്ല. നീ പോരുന്നുണ്ടോ? ഇപ്പോഴല്ലേ ചേച്ചിയുടെ ടിക്കറ്റ് എല്ലാം എടുത്തു കഴിഞ്ഞ് ഇപ്പം എന്നോട് വന്ന് പോരുന്നോന്ന് ചോദിച്ചിട്ട് വല്ല ചോദിച്ചാലും നീ പോരുകയാണെന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ ടിക്കറ്റ് എടുത്താൽ അതും കൂടെ പൈസ കളയാം. ചേച്ചിയുടെ മകളോട് പറഞ്ഞെന്നാൽ എനിക്കും കൂടെ ടിക്കറ്റൊക്കെ ആക്കണ്ടായിരുന്നു. ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, എനിക്ക് എന്തെങ്കിലും ഞാൻ മേടിച്ചോണ്ട് വരണമെന്ന് പറഞ്ഞു.
അവിടെ ഇപ്പം സ്ഥലം അറിയത്തില്ല, സ്ഥലം അറിയാമായിരുന്നേ അവിടെ കിട്ടുന്ന നല്ല സാധനത്തിൻ്റെ പേര് പറയാമായിരുന്നു. ഇതിപ്പം ഗൾഫെന്നല്ലേ പറയുന്നത്, അല്ലാതെ എവിടാന്നൊന്നും പറഞ്ഞില്ലല്ലോ. അത് ഞാൻ പോയേച്ച് വരുമ്പം പറയാം എവിടാന്നുള്ള. നേരെ ഗൾഫിൽ ചെന്ന് ഇറങ്ങണേ, അവിടുന്ന് അങ്ങ് ദൂരെ അമേരിക്കയിലേക്കൊന്നും പോയേക്കല്ലേ. അതൊന്നുമില്ല, എൻ്റെ മോൾ അവിടെ വന്ന് നിൽക്കും. വിമാനം ഇറങ്ങുമ്പോൾ അവിടെ നോക്കി നിൽക്കുന്നുണ്ടോ, വന്നിക്കും. വണ്ടിയായിട്ട് വന്നിക്കും. ആ എന്നാ പോയേച്ച് വാ, സമയം കളയണ്ട. ഇപ്പം പാക്ക് ചെയ്യാനൊക്കെ ഉണ്ടാവുമല്ലോ. പാക്ക് ചെയ്തൊക്കെ വെച്ചോ? എല്ലാം റെഡിയാക്കി വെച്ചു പോയാൽ മതി. ഇനി പോയാൽ മതി. എന്നാ ആവട്ടെ, പോയേച്ച് വാ. എന്നാ ശരി, 3-4 ദിവസം കഴിയുമ്പം വരും കേട്ടോ. ശരി. പോട്ടെ.